മാർട്ടിൻ ഒരു കോളേജ് സ്റ്റുഡൻ്റാണ്. അവന് ഫോറൻസിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നൈറ്റ് വാച്ച്മാനായിട്ട് പാർട്ട് ടൈം ജോലി കിട്ടുന്നു. ആദ്യത്തെ ദിവസം അവൻ ജോബിന് ചെല്ലുമ്പോൾ മുൻപത്തെ വാച്ച്മാനായ ഒരു അപ്പൂപ്പൻ അവൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. രാത്രിയായാൽ ഇവിടെ ആരും തന്നെ കാണില്ല. നിന്റെ ആദ്യത്തെ ജോലി ശരീരഭാഗങ്ങൾ വെച്ചിരിക്കുന്ന സ്റ്റോർ റൂമിലെ കീ എൻ്റെ കയ്യിൽ കാണുന്ന ഈ ബോക്സിൽ ഇട്ട് തിരിക്കണം. രണ്ടാമത്തെ റൂമിൽ കയറണ്ട, കീ പുറത്തുണ്ട്. പിന്നെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന റൂം അവനെ കാണിക്കുന്നു. ഈ റൂമിൽ ഒരിക്കലും കയറരുത്. പിന്നീട് അവനെ മോർച്ചറി കാണിക്കുന്നു. ആ റൂമിൻ്റെ അറ്റത്താണ് കീ ഇരിക്കുന്നത്. അവൻ അവിടെ ഒരു സ്വിച്ച് കണ്ട് അത് എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ അപ്പൂപ്പൻ പറയുന്നു, അത് ആരെങ്കിലും മരണത്തിൽ നിന്ന് എഴുന്നേറ്റാൽ അവർക്ക് അമർത്താനുള്ളതാണ്. അതിൻ്റെ അലാറം നിന്റെ ക്യാബിനിലാണ് ഇരിക്കുന്നത്. കിളവൻ വാച്ച്മാൻ മാർട്ടിനോട് നാളെ തന്നെ ജോലിയിൽ കയറിക്കൊള്ളാൻ പറയുന്നു. ഒന്നും പേടിക്കാനില്ല, എന്നാലും ഒരു ബേസ്ബോൾ ബാറ്റ് കരുതിക്കൊള്ളാൻ പറയുന്നു. പിറ്റേന്ന് വൈകിട്ട് മാർട്ടിൻ തൻ്റെ ജോലി തുടങ്ങുന്നു. അവൻ സമയം മുഴുവൻ കളയാൻ പഠിക്കാൻ തീരുമാനിക്കുന്നു. പെട്ടെന്ന് അലാറം അടിക്കുന്നു. ഭയത്തോടെ അവൻ അലാറം ലൈറ്റിലേക്ക് നോക്കുന്നു. പക്ഷേ അത് താൻ മുൻപ് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ടൈമറായിരുന്നു. അവൻ തൻ്റെ ജോലി ചെയ്യാൻ പോകുന്നു. ആദ്യമായി അവൻ ശരീരഭാഗങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന മുറിയിൽ ചെല്ലുന്നു. താക്കോൽ തൻ്റെ ബോക്സിൽ ഇട്ട് തിരിക്കുന്നു. ഭയത്തോടെ അവൻ അവിടെയെല്ലാം നോക്കുന്നു. പോസ്റ്റ്മോർട്ടം റൂമിലും അവൻ ചെല്ലുന്നു. ആ ഡിപ്പാർട്ട്മെന്റിലെങ്ങും ആരും തന്നെ ഇല്ലായിരുന്നു. അവസാനം അവൻ മോർച്ചറിയുടെ മുമ്പിലെത്തുന്നു. ഭയം കൊണ്ട് അവൻ തൻ്റെ ചുറ്റിലും മരിച്ചു കിടക്കുന്ന ശവശരീരങ്ങളെ കാണാതിരിക്കാൻ കൈകൾ കൊണ്ട് മറച്ചു പിടിക്കുന്നു. പെട്ടെന്ന് തന്നെ റൂമിൻ്റെ അറ്റത്തുള്ള കീ ബോക്സിലിട്ട് തിരിച്ച് പുറത്തിറങ്ങുന്നു. മോർച്ചറിയിലെ ഡോറ് ആരോ തുറന്നിരിക്കുന്നു. അകത്ത് ലൈറ്റ് ഓണായി കിടക്കുന്നു. മാർട്ടിൻ പേടിച്ചു വരച്ച് അകത്തേക്ക് കടന്നു. അകത്തെ സ്വിച്ച് ഇളകുന്നുണ്ട്. ആരോ സ്വിച്ച് അമർത്തിയിട്ടുണ്ട്. അവൻ അതിനടുത്തേക്ക് നടന്നു. പെട്ടെന്ന് അടുത്തുള്ള ശവശരീരം എഴുന്നേൽക്കുന്നു. പക്ഷേ അത് മാർട്ടിൻ്റെ ഫ്രണ്ടായിരുന്നു. അവൻ മാർട്ടിനെ പേടിപ്പിക്കാൻ കയറി കിടന്നതായിരുന്നു. അതിനിടയ്ക്ക് ഡ്യൂട്ടി ഡോക്ടർ എത്തുന്നു. മാർട്ടിൻ പറയുന്നു അതൊരു ഫോൾസ് അലാറമായിരുന്നു. ഡോക്ടർ തിരിച്ചു പോകുന്നു. പിറ്റേന്ന് മാർട്ടിൻ പതിവ് പോലെ റൗണ്ട്സിന് പോകുന്നു. അവൻ്റെ സ്ഥിരം പേടിയൊക്കെ കുറഞ്ഞിരിക്കുന്നു. പക്ഷേ മോർച്ചറിയിലേക്ക് എത്തുമ്പോൾ അവന് പേടി തോന്നുന്നു. അവിടെ ഒരു കട്ടിലിൽ ചോരപ്പാടുകൾ. അതിൽ നിന്ന് ആരോ നടന്നു പോയിരിക്കുന്നു. അവൻ ആ കാൽപ്പാടുകളെ പിന്തുടരുന്നു. ചെന്നെത്തിയത് ഒരു ഹോൾവേയിലേക്കാണ്. ഹോൾവേയുടെ അറ്റത്ത് മരിച്ച പെൺകുട്ടിയുടെ ശവശരീരം ഇരിക്കുന്നു.